പള്ളിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്നവരോടാണ് ഈ വചനം പറയുന്നത്. പള്ളിയുമായി ബന്ധപ്പെട്ട് നിന്ന് കള്ളത്തരങ്ങളും മോശം കാര്യങ്ങളും ചില നിർബന്ധ ബുദ്ധികളും ഒക്കെ കാണിക്കുന്ന ആളുകളോടാണ് ഇന്നത്തെ വചനം പറയുന്നത്. സാമുവേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലുള്ള വചനമാണ്. ഏലിയുടെ പുത്രന്മാരുടെ പാപം ദൈവസന്നിധിയിൽ ഗുരുതരമായി തീർന്നു. അത്ര അശ്രദ്ധയോടെയാണ് അവർ കർത്താവിനുള്ള അർച്ചനയെ വീക്ഷിച്ചത്. ഏലിയുടെ പുത്രന്മാർ മഹാതെമ്മാടിത്തരങ്ങളാണ് കാണിച്ചത്. അവർ ആരാധനാ വസ്തുക്കളിൽ നിന്ന് പോലും മാംസം പിടിച്ചു പറിച്ചെടുത്ത് ഭക്ഷിച്ചിരുന്നു എന്നൊക്കെയാണ് വചനത്തിൽ പറഞ്ഞു വയ്ക്കണത്. എന്ന് വെച്ചാൽ ആരാധനയുമായി ബന്ധപ്പെട്ട്, പള്ളിയുമായി ബന്ധപ്പെട്ട് തെമ്മാടിത്തരം കാണിക്കുന്നവരുടെ ഒക്കെ ഒരു താക്കീതായിട്ടാണ് ഈ വചനം പറയുന്നത്. പള്ളിയിലെ കാര്യങ്ങൾ നടത്തി കൊടുക്കാതെ അതിൻ്റെ അധികാരം കാണിച്ച് ആളുകളെ ഭീഷണിപ്പെടുത്തുന്ന വൈദികരും പള്ളിയുമായി, ഇടവകയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. പള്ളിയിലെ പണമെടുത്ത് ദുർവ്യയം ചെയ്യുന്ന, അതിനകത്ത് കമ്മീഷൻ പറ്റുകയും അത് മോഷ്ടിക്കുകയും അത് സ്വന്തം കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അതുമാത്രമല്ല, ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ആളുകളെ ദ്രോഹിക്കാനും ബുദ്ധിമുട്ടിക്കാനും വേണ്ടി, നീ അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിന്നെ ഇങ്ങനെ ചെയ്യും, നിന്നെ ഞങ്ങൾ സഭയിൽ നിന്ന് മാറ്റി നിർത്തും, സഭയിലെ ഞങ്ങളെല്ലാവരും കൂടി നീ ഒറ്റുകാരാണെന്ന് പറയും, ഞങ്ങളുടെ സഭയുടെ വോട്ട് ഞങ്ങൾ തരില്ല, നിങ്ങൾ ഇങ്ങനെ ചെയ്തിരിക്കണം, ഇങ്ങനെ പറഞ്ഞ് സഭയുടെ പേരിൽ, വിശ്വാസത്തിൻ്റെ പേര് പറഞ്ഞ് ആളുകളെ പലതരത്തിൽ ഭീഷണിപ്പെടുത്തുന്ന സ്വഭാവങ്ങളുണ്ട്. നമ്മളൊക്കെ ഏലിയുടെ പുത്രന്മാരുടെ ഗണത്തിലാണ് പെടുന്നത്. സൂക്ഷിക്കണം. വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഇതുപോലത്തെ ഏതെങ്കിലും അതിക്രമങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. തിരിച്ചറിയാൻ പറ്റട്ടെ. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ.